ആദ്യം സംസാരിച്ച വാക്കെന്തെന്ന് പറയാൻ കഴിയുന്ന എത്ര പേര് ഈ സദസ്സിലുണ്ട്? മനുഷ്യൻ എങ്ങനെ വീമ്പിളക്കാൻ കഴിയും? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ സമയം എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദം അലൈഹിസ്സലാമിന്റെ മുതുകിലൂടെ ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഒരണുരൂപത്തിൽ സൃഷ്ടിക്കുകയാണ്. എന്നിട്ടോ എല്ലാവരെയും വിശാലമായൊരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു ആ ജനതയോടായി, അന്ന് ആരുണ്ട് എന്നറിയോ? അന്ന് ഞാനുണ്ട്, എന്റെ മുമ്പിൽ ഇപ്പൊ വയത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുണ്ട്, ഭൂമിയിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുമുണ്ട്. നല്ല പോലെ കേൾക്കണം. ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുമെന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ പ്രഭാഷണം തുടങ്ങിയിട്ട് ഏറ്റവും അടുത്ത് മരണപ്പെട്ടു പോയതാരാണോ അയാൾ വരെ, ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ മുതൽ അയാൾ വരെ അന്നുണ്ടായിരുന്നു. ഇനി ഖിയാമത്ത് നാൾ വരെ വരാനുള്ള മനുഷ്യരാരൊക്കെയാണോ അവരൊക്കെയും ആ സദസ്സിലുണ്ടായിരുന്നുവത്രേ. ആരാ പറയുന്നത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയോടായി, എല്ലാവരോടുമായി അല്ലാഹു ചോദിച്ചുവത്രേ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അന്നെല്ലാവരും പറഞ്ഞു, ബലാ, അതെ അല്ലാഹുവേ, നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഓർമ്മയില്ല എന്നതുകൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഓർമ്മയില്ലാത്ത പലതും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾക്കിന്നത് ഓർത്തെടുക്കാനും കഴിയുന്നില്ല. എന്നാൽ ഈ പറഞ്ഞപ്പോഴാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹബീബായി നബി, എനിക്കാരെങ്ങ് ഓർമ്മയുണ്ടെന്ന്. ഇതാണ് മനുഷ്യന്റെ ഒന്നാം ലോകം. അതാണ് റൂഹുകളുടെ ലോകത്തുള്ള ജീവിതം. റൂഹുകളുടെ ലോകത്ത് നിന്ന് നമ്മൾ രണ്ടാം ലോകത്തേക്ക് വന്നു. രണ്ടാം ലോകമേതാണ്? റഹിമു ഉമ്മിഹി, ഉമ്മയുടെ ഗർഭപാത്രമാണ് രണ്ടാം ലോകം. എന്റെ സഹോദര, നമ്മൾ റൂഹുകളുടെ ലോകത്ത് നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്കെത്തി. എന്നിട്ടോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഏകദേശം 6 മാസക്കാലത്തോളം നമ്മൾ കഴിയുകയാണ്. 19 മാസം തികയുക എന്ന് നമ്മൾ പറയാറുണ്ട്. 4 മാസവും ഗർഭപാത്രത്തിൽ നടക്കുന്നത് എന്താണെന്നറിയുമോ? ഈ റൂഹ് നിക്ഷേപിക്കപ്പെടാനായി ശരീരം പാകപ്പെടുത്തുകയാണ്. 4 മാസത്തിൽ നമ്മൾ 4-ാം മാസം നമ്മൾ കടന്നു വന്നു. പിന്നീട് ഏകദേശം 6 മാസക്കാലത്തോളം ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ് നമ്മൾ കിടക്കുന്നത്. ഇതാ നമ്മുടെ രണ്ടാം ലോകം. ആ രണ്ടാം ലോകത്ത് നിന്ന് 3-ാം ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നു. രണ്ടാം ലോകത്ത് എന്തെല്ലാം നടന്നുവെന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ല. ആ ലോകത്ത് നമ്മൾ കടന്നപ്പോൾ എന്തൊക്കെയാണ് ബാഹ്യമായ ലോകത്ത് നടന്നത് എന്നും നമുക്കറിയില്ല. നല്ലപോലെ ശ്രദ്ധിക്കണം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 8 മാസം പ്രായമായ ഉമ്മ നടന്നു പോകുന്നു. കേവലം നിങ്ങൾ ശ്രദ്ധിക്കണേ, ളുലുമാതുൻ സലാസ്, കേവലം ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ബ്ലാഡറുകൾ, പിന്നെ വയറാകുന്ന അല്പം ചെറിയ ചില ഭിത്തികൾ, ആ ഭിത്തികൾക്കപ്പുറത്ത് നടക്കുന്ന ലോകം എന്തെന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന നമ്മൾ അറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ചിന്തിക്കണം നിങ്ങൾ. ഭൂമിയിൽ തന്നെ, പക്ഷെ ഉമ്മന്റെ ഗർഭപാത്രത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഗർഭിണിയായ ഉമ്മക്കറിയില്ല. ശ്രദ്ധിക്കണേ, നാളെ ഖബറിനെ കുറിച്ച് പറയും നമ്മൾ. ഖബറിൽ അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പറയാനടാ നിനക്ക് യാതൊരു ന്യായവുമില്ല. കാരണം എന്താ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന നീ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് ഗർഭം ധരിച്ച ഉമ്മക്കറിയുന്നില്ല. മാത്രമല്ല, ഉമ്മയുടെ കൂടെ കിടക്കുന്ന നീ, ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള നിനക്ക് ഉമ്മ കിടക്കുന്ന റൂമിന്റെ അകത്ത് എന്തൊക്കെ വസ്തുക്കളുണ്ടെന്ന് പറയാൻ നിനക്ക് കഴിഞ്ഞില്ല. നീ ആലോചിക്കണം. ഇതാണ് നിന്റെ രണ്ടാമത്തെ ജീവിതം. അവിടെ എന്തൊക്കെ നടക്കുന്നുവെന്ന് കൃത്യമായി പറയാൻ മനുഷ്യൻ ഇന്നും അശക്തനാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വലാ യഅലമു മാ ഫിൽ അർഹാമി ഇല്ലല്ലാഹ്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ, മനുഷ്യന്റെ രണ്ടാം ലോകമായ ഗർഭപാത്ര ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുവെന്ന് കൃത്യമായി പറയാൻ മനുഷ്യലോകം അശക്തരാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി
വസല്ലം. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ജീവിതത്തിലൊരനുഭവം. ഒരാൾ ഓടി വന്നു പള്ളിയിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, മകൾ ഗർഭം ധരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് കുട്ടി തല തിരിഞ്ഞ് കിടക്കുകയാണ്. ഓപ്പറേഷൻ അല്ലാതെ വഴിയില്ല. 2 ദിവസം വരെ കാത്തു. ഇനി ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവഹാനി സംഭവിക്കും. ഇത് പ്രസവിക്കുകയില്ല. സിസേറിയൻ അനിവാര്യമാണ്. ഓപ്പറേഷൻ അല്ലാതെ വഴിയില്ല. എന്തു ചെയ്യുമെന്ന് പറഞ്ഞപ്പോ എന്നോട് പരിഹാരം ചോദിച്ചാൽ ഞാൻ എന്തു പറയാൻ? ഞാൻ ഡോക്ടറല്ലല്ലോ. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീദിന്റെ മനോപകരത്തിലൂടെ കടന്നുപോയി. അസ്വദഖതു റദ്ദുൽ ബലായ, സ്വതകകൾ പ്രയാസങ്ങളെ തട്ടി നീക്കുമെന്ന് മുത്തുനബിയുടെ ഹദീസ് കടന്നുപോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ 3 യതീമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ച ചെയ്യുക. അയാൾ പറഞ്ഞു, ഞാൻ നേർച്ച ചെയ്തു. നിങ്ങൾക്കറിയുമോ, തലശ്ശേരിയിലാണ്. ഇയാൾ പറയുകയാണ്, ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുകയാണ്. അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കുട്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഇവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒരു കരച്ചിൽ കേട്ടു. നോക്കുമ്പോഴോ ഈ പെണ്ണ് പ്രസവിച്ചതാണ്. വലാ യഅലമു മാ ഫിൽ അർഹാമി ഇല്ലല്ലാഹ്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യന്റെ രണ്ടാം ജീവിതമായ ഗർഭപാത്ര ലോകത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ മനുഷ്യലോകം അശക്തമാണെന്ന് അത് ഖിയാമത്ത് നാൾ വരെ കേൾക്കണേ നിങ്ങൾ. എത്രമാത്രം മനുഷ്യൻ ശാസ്ത്രീയമായ വിജ്ഞാനങ്ങൾ കൈവരിച്ചാലും കൃത്യമായി പറയാൻ അവന് കഴിയില്ലെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു നമ്മുടെ 2ാം ലോകം. 2ാം ലോകത്ത് നിന്ന് നമ്മൾ 3ാം ലോകത്തേക്ക് വന്നു. ഏതാണ് 3ാമത്തെ ലോകം? അൽ ഹയാത്തുദ് ദുന്യവിയ്യ, ഐഹികമായ ജീവിതമാണ് 3ാം ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചു പോകുന്നവരെ ഉള്ള ഘട്ടമാണ് ഐഹിക ജീവിതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴുള്ളത് ഈ ജീവിതത്തിലാണ്. 1ാം ലോകം നമ്മുടേത് കഴിഞ്ഞു, 2ാം ലോകവും കഴിഞ്ഞു. നമ്മളിപ്പോ ഉള്ളത് 3ാം ലോകത്താണ്. 3ാം ലോകമാണ് ഐഹികമായ ജീവിതം. ഈ 3ാം ജീവിതത്തിൽ നിന്ന് നമ്മൾ 4ാം ജീവിതത്തിലേക്ക് കടന്നു പോകും. 4ാമത്തെ ഘട്ടമേതാണ്? അതാണ് അൽ ഹയാത്തുൽ ബർസഖിയ്യ, ബർസഖിയായ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. 4ാം ജീവിതം ഒരാൾ അസ്രായീൽ അലൈഹിസ്സലാം ഒരാളുടെ റൂഹ് പിടിച്ചു പോയതിന് ശേഷം പിന്നീട് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് വരെയുള്ള സമയം. അതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ 2ാം ഊതുന്നത് വരെയുള്ള സമയം. അതാണ് ബർസഖിയായ ജീവിതം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മൾ ഇനി കടന്നു പോകാനുള്ളത് ആ ജീവിതത്തിലേക്കാണ്. നമ്മൾ 1ൽ നിന്ന് 2ലേക്ക് വന്ന പോലെ, 2ൽ നിന്ന് 3ാം ജീവിതത്തിലേക്ക് വന്ന പോലെ, 3ൽ നിന്ന് നമ്മൾ 4ലേക്ക് പോകും. 4 കഴിഞ്ഞാൽ പിന്നെ കടന്നു വരാനുള്ളത് 5ാം ഘട്ടമാണ്. അൽ ഹയാത്തുൽ ബർസഖിയ്യ, ബർസഖിയായ ജീവിതം എന്നാണ് ആ ജീവിതം അറിയപ്പെടുന്നത്. ബർസഖിയായ ആ ജീവിതം അറിയപ്പെടുന്നത് അൽ ഹയാത്തുൽ ഉഖ്റവിയ്യ, ഉഖ്റവിയായ ജീവിതം എന്നാണ് ആ ജീവിതം അറിയപ്പെടുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഉഖ്റവിയായ ജീവിതം എന്താ? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ 2ാമത് ഊതിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അറ്റമില്ലാതെ അനന്തമായി കിടക്കുന്ന ജീവിതമാണ് ഉഖ്റവിയായ ജീവിതം എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ 4ഉം 5ഉം ജീവിതം നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പറയുന്നത് 3ൽ നിന്ന് നമ്മൾ 4ലേക്ക് പോകുന്ന ഘട്ടത്തെക്കുറിച്ചാണ്. ചിന്തിക്കണേ എന്റെ പ്രിയമുള്ള സഹോദര, നല്ലപോലെ ആലോചിക്കണം ഉമ്മമാർ. 3ാം ജീവിതത്തിൽ നിന്ന് 4ാം ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന രംഗം എങ്ങനെയാണ് എന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആലോചിക്കണം, ഒന്നുകൂടെ മനസ്സിരുത്തണേ. ഒരുപക്ഷെ ഇന്ന് രാത്രി
അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടവരാണ്. ഒരാളും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة നിങ്ങൾ ഏത് മരണത്തെ പേടിച്ചാണോ നിങ്ങൾ ഓടുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ യാത്രയാക്കപ്പെടും. വിശുദ്ധ ഖുർആനാ പറയുന്നത്. ശ്രദ്ധിക്കണം എന്റെ സഹോദര, നമുക്ക് ചിന്തിക്കാമായിരുന്നു ഏതെങ്കിലും ഒരാൾ ഒരു 250 കൊല്ലം ജീവിച്ച ആൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാമായിരുന്നു ഞാനും 250 ജീവിക്കാമല്ലോ. അല്ലെങ്കിൽ 1000, 1500 പ്രായമുള്ള ഒരാൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാമായിരുന്നു എനിക്കും 1500 കൊല്ലം വരെ ജീവിച്ചുകൂടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കണേ. നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്ന ആ സമയത്ത് അതിന്റെ രംഗം എങ്ങനെയാണെന്നാ പറയാൻ പോകുന്നത്. അർഹമുർറാഹിമീനായ അല്ലാഹുവേ, മരണം നീ എളുപ്പമാക്കി തരണമേ തമ്പുരാനെ. ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. മരണത്തിന്റെ ഘട്ടം നീ പ്രയാസപ്പെടുത്തരുത് അല്ലാ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 3ാമത്തെ ഘട്ടമായ ഐഹിക ജീവിതത്തിൽ നിന്ന് 4ാം ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്ന പ്രക്രിയക്കാണ് മരണം എന്ന് പറയുന്നത്. അതാണ് മരണം. എന്താണ് മരണം എന്ന വിഷയത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മാത്രമല്ല, ആധുനിക ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ മരണത്തെക്കുറിച്ച് അവർ പഠിച്ചു. എന്തിന്? മനുഷ്യനെ എങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നറിയാൻ, മനുഷ്യനെ എങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് അറിയാനായി അവർ പഠിച്ചു. മാത്രമല്ല, ഇതിനെക്കുറിച്ചുള്ള പഠനം മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ടെന്നാ പറയപ്പെടുന്നത്. പണ്ട് മുതലേ മനുഷ്യൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അവന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായ പഠനങ്ങൾ നടന്നു. ആ പഠനങ്ങളിൽ അവർ മരണത്തെക്കുറിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഒരു വിഭാഗം പറഞ്ഞത് എന്താണ് മരണം? മരണമെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത്, അവർ പറഞ്ഞു, ദി സ്പോണ്ടേനിയസ് ഹാർട്ട് ബീറ്റ്സ് കുഡ് നോട്ട് ബി റിസോർട്ടഡ്. നമ്മുടെ കയ്യ് നെഞ്ചിൽ ഇടതുഭാഗത്തോട് ചേർത്ത് വെച്ചു നോക്കിയാൽ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നത് കാണാം, അനുഭവപ്പെടും. ഈ മിടിപ്പ് രണ്ടാമത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നിലച്ചുപോകലാണ് മരണമെന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടു. രണ്ടാമത്തെ വിഭാഗം ഒരുപാട് കാലം മരണത്തെക്കുറിച്ച് അവർ പഠിച്ചിട്ട് അവസാനം പറഞ്ഞത് ലൈഫ് എൻഡിങ് പ്രോസസ്, ജീവിതം അവസാനിക്കുന്നതിനാണ് മരണമെന്ന് പറയുന്നത്. കേൾക്കണേ, ലൈഫ് എൻഡിങ് പ്രോസസ്, ജീവിതം അവസാനിക്കുന്നതിനാണ് മരണമെന്ന് പറയുന്നത്. നല്ലപോലെ കേൾക്കണം. വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? ജീവിതം അവസാനിക്കുകയല്ല, പിന്നെയോ മുഫാറഖത്തുർ റൂഹി മിനൽ ജസദ്, മനുഷ്യ ശരീരത്തിൽ നിന്ന് അല്ലാഹു നൽകിയ ഈ റൂഹ് വേർപെട്ടു പോകുന്ന പ്രവർത്തനത്തിനാണ്, പ്രതിഭാസത്തിനാണ് മരണമെന്ന് പറയുന്നത്. ജീവിതം അവസാനിക്കുകയല്ല. ഇത് ഈ ശരീരത്തിലേക്ക് നിക്ഷേപിച്ചത് അല്ലാഹുവാൻ, നമ്മളാരുമല്ല. അതിനാണ് 4ാം മാസത്തിൽ അല്ലാഹു മലക്കിനെ നിശ്ചയിച്ചത്. ആ മലക്ക് വന്നാണ് ശരീരത്തിലേക്ക് റൂഹ് തന്നത്. ഇനി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരും. അസ്റായീൽ വന്ന റൂഹ ശരീരത്തിൽ നിന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുപോകും. ഈ തിരിച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന രംഗം എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ ചർച്ച. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതാണ് ഒരു മനുഷ്യൻ എപ്പോഴും ഓർക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമഹ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ ശരീരവും ഭൂമിയിൽ നിന്ന് മരണം രുചിക്കുന്നവരാണവർ. എന്നിട്ടോ മരണശേഷം അവർക്കുള്ള ലോകമെന്താ? അവർ ചെയ്തതെന്താണോ ഭൂമിയിൽ വെച്ച് അതിനുള്ള പ്രതിഫലമാണ്. നന്മയാണെങ്കിൽ പ്രതിഫലം, തിന്മയാണെങ്കിൽ ശിക്ഷ. ഇതാണ് അവർക്ക് കടന്നു വരാനുള്ളതെന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നന്നാവണോ? നല്ലോ ശ്രദ്ധിച്ചോളൂ എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ മനസ്സ് പറയാറില്ലെന്ന് നമ്മളോട് നന്നാവണം, നല്ല നിലക്ക് ജീവിക്കണം, അല്ലാഹുവിനിഷ്ടമുള്ള വഴിയിൽ ജീവിക്കണം. പുണ്യനബി പറയുകയാണ്, ഒരാൾ നന്നാവണോ? അയാൾ മരിക്കുമെന്ന ഓർമ്മ അയാളുടെ മനസ്സിലുണ്ടായാൽ മതി. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ ഇന്ന് മരിക്കും, ഇന്ന് രാത്രി എനിക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അതല്ലേ ഹബീബായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുള്ള അനുചരന്മാരെയും പഠിപ്പിച്ചു പോയത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ റസൂലുള്ളാഹി കണ്ടപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, യാ അബ്ദുല്ലാഹ് കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. അബ്ദുല്ലാ, നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ ജീവിച്ചോളൂ. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിച്ചോളൂ. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖബർ, നിന്റെ ശരീരത്തെ നീ മരിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണിക്കോളൂ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാൻ. നിങ്ങൾ ആലോചിക്കണം, ആരാ? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരാ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു. എപ്പോഴും പുണ്യ നബിയോടൊപ്പമുള്ള ആളായിരുന്നു. അബ്ദുല്ലാഹി അല്ലാഹുവിന്റെ ഹബീബ് വലിയ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എന്തിന്? ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാനായി. അബ്ദുല്ലാ, നീ ദുനിയാവിൽ ഒരു വിദേശിയാണ്. അബ്ദുല്ലാ, ശാശ്വതമായി നിനക്ക് ജീവിക്കാനുള്ള സ്ഥലമല്ല അബ്ദുല്ലാ ഇത് അബ്ദുള്ളയോട് മാത്രമല്ല, നമ്മളോടെല്ലാവരോടും. അതുകൊണ്ട് തന്നെ ഒരു വിദേശിയെ പോലെ ജീവിച്ചോളൂ. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് നീ എന്ന് പുണ്യനബി പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കൂ എന്റെ സഹോദരങ്ങളെ, ഞാൻ ഈ നാട്ടിൽ ഒരു വിദേശിയാണല്ലോ. എന്റെ നാട് ഇതല്ല. ഞാൻ ഇവിടെ വന്നതെന്തിനാ? ചില ഡ്യൂട്ടി നിർവഹിക്കുവാനാണ്, ചില കാര്യം ചെയ്യുവാനാണ്. ആ കാര്യം ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകും. ശ്രദ്ധിക്കണം, ഞാൻ ആ കാര്യം ചെയ്താൽ ഇവിടെ നിന്ന് തിരിച്ചു പോകും. എന്റെ നാട് ഇതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ വീട്ടിലെ സാധനങ്ങൾ എടുത്തിട്ടില്ല, ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ആകെ കൊണ്ടുവന്നത് ഞാൻ ധരിച്ച വസ്ത്രങ്ങളും എന്റെ പോക്കറ്റിലുള്ള പേഴ്സും അത്യാവശ്യത്തിനുള്ള പണമല്ലാതെ മറ്റൊന്നും ഞാൻ കരുതിയിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അബ്ദുല്ലാ, ഇതേപോലെയാണ് ദുനിയാവ് നിനക്ക്. നീ ശാശ്വതനല്ല ഇതിൽ അബ്ദുല്ലാ. നീ ഒരു വിദേശിയെ പോലെ ജീവിച്ചോളൂ അബ്ദുല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് ഇത് പറയുക മാത്രമല്ല, മഹാനായ പ്രവാചകൻ ജീവിതത്തിലൂടെ കാണിച്ചതും അതുതന്നെയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കേൾക്കണേ, നിങ്ങൾക്ക് കേട്ടാൽ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും, മനസ്സ് വേദനിച്ചു പോകും. ആരാണിത്? ഭൂമിയിൽ അല്ലാഹു ഏറ്റവും സൗകര്യം ചെയ്ത്, സൗകര്യം ആവശ്യമായിരുന്നെങ്കിൽ ഏറ്റവും സൗകര്യം അല്ലാഹു നൽകുമായിരുന്നത് ആ പ്രവാചകനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ കഥ കടഞ്ഞു കിടക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് വീടിന്റെ കതകഞ്ഞു കൊട്ടി. വാതിൽ തുറക്കപ്പെട്ടോ. ആരാ വന്ന് തുറന്നതാരുമല്ല, ഹബീബായ റസൂലുള്ളാഹി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാതിലങ്ങ് തുറന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നിടത്ത് എഴുന്നേറ്റ് വന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി. എന്താ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടത്? തന്റെ ശരീരത്തിന്റെ പിൻഭാഗം ഈത്തപ്പനയോലയിലാ റസൂലുള്ളാഹി കടന്നത്. ചിന്തിക്കണം, ആരാണ് എന്റെ പ്രിയമുള്ള സഹോദര? സലാമുസ് പർക്കെ ജിസ്കെ ദം സെ ദുനിയാ മേ ബഹാറായി, സലാമുസ് പർ മുഅത്തർ കർ രഹി ഹേ ജിസ്കി ദാനായി. ആര് മുഖേനയാണോ ലോകത്തു കാണുന്ന ഈ വിപ്ലവങ്ങൾ മുഴുവൻ ഉണ്ടായത്, ആ ഹബീബ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് വെളിച്ചം കിട്ടിയത് ഏത് നബിയിലൂടെയാണോ, ആ പ്രവാചകനാ. നിങ്ങൾ ആലോചിക്കണേ, ആ റസൂലുള്ളാഹി ഉറങ്ങി എഴുന്നേറ്റ് വരികയാണ്. കിടന്നതെവിടെയാ? ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു നോക്കി.
ഈത്തപ്പനയോല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായയില പുണ്യനബി കടന്നത്. അതിൽ കടന്നതുകൊണ്ട് ശരീരത്തിന്റെ പിൻഭാഗത്ത് പാടുകൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 2 കണ്ണും നിറഞ്ഞത്. യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങേക്ക് നബിയെ നല്ലൊരു പുതപ്പ് കൊണ്ടുവന്നു തരട്ടെയോ യാ റസൂലല്ലാഹ്? അങ്ങേക്ക് കിടന്നുറങ്ങാനായി നല്ലൊരു പുതപ്പ് ഞാൻ സമ്മാനിക്കട്ടെയോ നബിയെ? അങ്ങ് കിടക്കുന്നത് നിലത്തോ നബിയെ? ഈ തപ്പനയോലയെ വെട്ടിയിട്ട് അതിലാണോ നബി അങ്ങ് കിടക്കുന്നത്? അങ്ങേക്ക് കിടക്കാൻ ഞാനൊരു പുതപ്പ് വാങ്ങിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ ഈ നബി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഉമറേ, വേണ്ട ഉമറേ, നമുക്ക് സുഖിക്കാനുള്ളത് ഇവിടെയല്ല ഉമറേ. നമ്മുടെ ലോകം ജീവിതം കടന്നു വരാനേ ഉള്ളൂ ഉമറേ. അതുകൊണ്ട് അവിടെയാണ് നമുക്ക് സുഖജീവിതം വേണ്ടതെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കണേ നിങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പഠിപ്പിച്ച പുണ്യനബിയുടെ ജീവിതം മറ്റൊന്നായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ദുന്യാവ് ഒരു വിദേശിയെ പോലെയാണ് ദുന്യാവിൽ നമ്മൾ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ. മാത്രമല്ല, മരണത്തെ നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഓർത്തുകൊണ്ടേയിരുന്നാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ഖൽബിലേക്ക് ഓടി വരും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ ഒരിക്കൽ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, യുഹ്ശറു മഅശ്ശുഹദാഇ അഹദുൻ, ശുഹദാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ യാ റസൂലല്ലാഹ്? ശുഹദാക്കളുടെ പ്രതിഫലം ലഭിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ നബിയേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅമുണ്ട്. ആരാണത്? മയ്യദ്കുറുൽ മൗത ഫിൽ യൗമി വൽ ലൈല 20 മറ, 20 തവണ, ഒരു ദിവസം 20 തവണ മരണത്തെ ഓർക്കുന്ന ആളാണ്. ഞാൻ മരിക്കും, ഞാൻ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് മരിക്കും, ഞാൻ ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് മരിക്കും. ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തെങ്ങനെയാ? മഹാനവറുകൾ പറഞ്ഞത്, ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ കാര്യമാണെന്ന് ഓർക്കണേ. ഇനി ഞാനിത് ചെയ്യില്ല. സുബഹി നിസ്കരിക്കുന്ന ആൾ വിചാരിക്കേണ്ടത് ഇതെന്റെ അവസാനത്തെ സുബഹിയാണ്. നാളെ സുബഹി നമസ്കരിക്കാൻ ഞാനില്ല എന്നോർത്താകണം അവന് സുബഹി നമസ്കരിക്കേണ്ടത്. മാത്രമല്ല, അതിന്റെ ജീവിതത്തിലെ തന്നെ അവസാനത്തെ നിസ്കാരമാണെന്ന് അയാൾ ഓർക്കണം. ളുഹർ നിസ്കരിക്കുമ്പോൾ അയാൾ വിചാരിക്കേണ്ടത് ഇനി എനിക്ക് ജീവിതത്തിൽ ളുഹറില്ലെന്നാണ്, നിസ്കാരമില്ലെന്നാണ്. ഞാൻ ഓർക്കുകയാണ്, മെനിഞ്ഞാന്ന് രാത്രി ഞാൻ ഇവിടുന്ന് പോയല്ലോ മട്ടന്നൂരിലേക്ക്, കണ്ണൂർ ജില്ലയിലേക്ക്. ഞാൻ ഇവിടുന്ന് പോയി, ഞാൻ വണ്ടിയിൽ ഇവിടുന്ന് തിരിച്ചു വന്ന ആ നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ പോയി തിരിച്ചു വരുന്ന ആരോ ശബ്ദം കേട്ടപ്പോ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഞാൻ പോയത്. വഴിക്ക് വെച്ചവർ എന്നോട് പറഞ്ഞു, ഇന്നാലിന്ന ആൾ മരണപ്പെട്ടിരിക്കുന്നുവെന്ന്. പോകുന്ന സമയം ഞങ്ങൾ കയറി. ചെറുപ്പക്കാരൻ, 10-35 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ചിന്തിക്കണം, 3 മക്കളുടെ പിതാവാൻ. അവന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്. മയ്യിത്ത് കണ്ടിറങ്ങുന്ന സമയത്ത് വാപ്പയുണ്ട്. വീടിന്റെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി. 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവന് കിടക്കുകയാണ്. മയ്യിത്ത് അവനെ കിടത്തിയിരിക്കുകയാണ്, മയ്യിത്തായി പോയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു പിതാവിനോട്, എന്തായിരുന്നു അസുഖം? എന്നോട് പറഞ്ഞു, ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. അതിന്റെ തലേ ദിവസം വൈകുന്നേരം ടൗണിൽ റോഡിന്റെ സൈഡിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക്, കേൾക്കണം നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പരിചയത്തിലുണ്ടായിരുന്ന പലരും മരിച്ചതെങ്ങനെയാണ്? അതേപോലെ ഒരു മരണം നമുക്ക് വരില്ലെന്ന് ആരാ നമ്മളോട് പറഞ്ഞത്? ഈ വാപ്പ പറയുകയാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവൻ കുഴഞ്ഞു വീണപാടെ മരണപ്പെടുകയായിരുന്നു. എന്താ കാരണം? ഇപ്പൊ പറഞ്ഞു അറ്റാക്കാണത്രേ. ഇപ്പൊ വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്, പണ്ടൊക്കെ അറ്റാക്കിന് വേദന ഉണ്ടായിരുന്നു. വേദന ഇല്ലാതെ ചില ആളുകൾ മരിച്ചപ്പോ വൈദ്യശാസ്ത്രം പറയാൻ തുടങ്ങി, പുതിയൊരു അറ്റാക്ക് ഉണ്ട്, അതിന്റെ പേര് സൈലന്റ് അറ്റാക്ക്. അതിന്റെ പേര് സൈലന്റ് അറ്റാക്ക്. സൈലന്റ് അറ്റാക്ക് അല്ല എന്റെ സഹോദര, അതും മരണം വന്നതാണ്. അല്ലാഹു നിശ്ചയിച്ച അവധി വന്നാൽ 1 സെക്കൻഡ് പോലും മറികടക്കാൻ
പ്രപഞ്ചത്തിൽ ഒരാൾക്കും കഴിയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടുകാരനായിരുന്ന ഗഫൂർ ഡോക്ടർ രക്ഷപ്പെടേണ്ടിയിരുന്നില്ലേ? രോഗിയെ കണ്ടാൽ, രോഗി ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടാൽ അയാളിൽ ഇന്ന രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ കഴിവുണ്ടായിരുന്ന വിശ്വഘരനായിരുന്ന ഗഫൂർ ഡോക്ടർ മരണപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ പറയണോ നിങ്ങളോട്? നമുക്കറിയാവുന്നതല്ലേ. നിങ്ങൾ ആലോചിക്കണം, ഒരു സെക്കൻഡ് പോലും പിന്തിക്കാൻ, ഒരു സെക്കൻഡ് പോലും മറികടക്കാൻ ഭൂമിയിൽ ഒരാൾക്കും കഴിയില്ല. ഈ മരണത്തെയാ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ നിങ്ങൾക്ക് നന്നാവാൻ കഴിയും. അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ നിശ്ചയിച്ചിരുന്നു. ഭരണമേറ്റെടുത്ത ഉടനെ എന്താ, ഒരാളെ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചു. എന്താ അയാളുടെ ഡ്യൂട്ടി? അയാൾക്കൊരു ഡ്യൂട്ടി മാത്രം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എപ്പോഴും ഇങ്ങനെ പറയുക, ഉമറേ നീ മരിക്കും, ഉമറേ നീ മരിക്കും, ഉമറേ നീ മരിക്കും, ഉമറേ നീ മരിക്കും. ഒരാളെ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചതാ എന്തിന്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഭരണകാര്യങ്ങളുമായി വ്യാപൃതനാകുമ്പോ മരണം മറന്നു പോകാതിരിക്കാൻ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നതായിരുന്നത്രേ അത്. അങ്ങനെ ഒരു ദിവസം തന്റെ ഉദ്യോഗസ്ഥനെ, ഈ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരാ, ഇനി നിങ്ങൾ പോയിക്കോളെ, ജോലിയിൽ നിന്ന് ഞാൻ നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അയാൾ ചോദിച്ചു, അപ്പോ ഉമറേ, ഇനി നിങ്ങൾക്ക് മരണമോർക്കണ്ടയോ? ഇനി നിങ്ങൾക്ക് മരണമോർക്കണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി നിങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്നില്ല. ഓർമ്മപ്പെടുത്താൻ എന്റെ ശരീരത്തിൽ തന്നെ അല്ലാഹു ചില ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. അയാൾ ചോദിച്ചു, എന്താ? അപ്പൊ തന്റെ താടി കാണിച്ചുകൊണ്ട്, താടിയുടെ നിരച്ച ഒരു രോമമുണ്ട്, ആ രോമം കാണിച്ചുകൊണ്ട് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരാ, ഇനി ഈ രോമം കാണും എനിക്ക് ഓർമ്മ വരും ഞാൻ മരിക്കാനായെന്ന്. മരണം അടുത്തു എന്നതിന്റെ അടയാളമാണ്. നേരെ എന്റെ പ്രിയമുള്ള സഹോദര, ഒരിക്കലൊരു പ്രവാചകന്റെ സന്നിധിയിൽ വന്നല്ലോ അസ്രായീൽ അലൈഹിസ്സലാം. അസ്രായീൽ വന്ന് തിരിച്ചു പോകുന്ന സമയം ഈ പ്രവാചകൻ അസ്രായീലിനോട് പറഞ്ഞു, അസ്രായീൽ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്നെന്നെ വിവരമറിയിച്ചേ വരാവൂ എന്ന് പറഞ്ഞു. അസ്രായീൽ അലൈഹിസ്സലാം അത് ഏറ്റു. കുറെ കാലം കഴിഞ്ഞു, റൂഹ് പിടിക്കാനായി അസ്രായീൽ